ഹലോ. ഇന്നലെ വൈകിട്ടേ ജോലി കഴിഞ്ഞ് എത്തിയപ്പോഴാണ് വീടിൻ്റെ മുറ്റം നിറയെ വെള്ളം കേട്ടോ. ഞാൻ ആദ്യം വിചാരിച്ചത് കുട്ടികൾ മോട്ടർ ഇട്ടിട്ട് മറന്നു പോയിട്ടുണ്ടാവും, അങ്ങനെ ടാങ്ക് നിറഞ്ഞൊഴിക്കാനാണ്. പിന്നെ നോക്കിയപ്പോഴാണ് മോള് പറഞ്ഞു, ഇല്ല അമ്മേ, കായലിൽ നിന്ന് കയറിക്കൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞു. എൻ്റെ ദൈവമേ, ഒരു രക്ഷയില്ല, വെള്ളം ഇങ്ങനെ നിറഞ്ഞ് വരികയാണ്. ഇങ്ങനെ പോയെന്നാൽ വീടിൻ്റെ അകത്ത് മുഴുവൻ വെള്ളമാവും. വേഗം ഓടിച്ചെന്ന് ഞാൻ അടുക്കള ഭാഗത്തേക്കൊന്ന് നോക്കി കേട്ടോ. അപ്പോൾ വെള്ളം ഇങ്ങനെ കായലിൽ നിന്ന് ഇങ്ങനെ തള്ളി കയറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു രക്ഷയില്ല, ബാക്ക് മൊത്തം ഞങ്ങളുടെ നിറഞ്ഞു കേട്ടോ. അപ്പോൾ അടുക്കള ഭാഗത്തേക്ക് വന്നപ്പോൾ ഇതുണ്ട്, വെള്ളം പുറത്തേക്ക് വരുന്ന ആ ഓവി കൂടി വെള്ളം തള്ളി അകത്തേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ഞങ്ങൾ കല്ലും ഇതൊക്കെ വെച്ച് അടച്ചിട്ടും വെള്ളം ഒരു രക്ഷയില്ല കേട്ടോ. വെള്ളം കയറി അകത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കായലിൽ എക്കൽ നിറഞ്ഞിട്ടാണെന്നാണ് പറയുന്നത്. സാധാരണ വൃശ്ചിക മാസമൊക്കെ ഇങ്ങനെ ഒന്ന് പൊങ്ങാറുണ്ട്, അത് അപ്പം തന്നെ താഴ്ന്നു പോവുകയും ചെയ്യും, വെള്ളം ഇറങ്ങി പോവുകയും ചെയ്യും. പക്ഷേ ഇതിപ്പോൾ എന്താ ഇങ്ങനെയെന്ന് അറിയില്ല. ഇതുകൊണ്ട് ഞങ്ങളുടെ വീടിൻ്റെ അടുക്കള ഭാഗമാണ് വെള്ളം ഇങ്ങനെ നിറഞ്ഞത്. ഇപ്പം ഇങ്ങോട്ടും കൂടി ഒഴുകി കയറിയാൽ വീടിൻ്റെ അകത്തേക്കൊക്കെ കയറും വെള്ളം. അപ്പോൾ ഇതിൻ്റെ ഒപ്പം വേസ്റ്റും ഒക്കെ അടിഞ്ഞു കൂടും. അതാണ് നമുക്ക് ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ട്. അപ്പം നമ്മളിപ്പോൾ ഇവിടേക്ക് ഇരിക്കുന്ന ഭാഗമാണ്, ഒരു ചവിട്ടുപടിയും കൂടി ഉണ്ട്. ആ പടിയൊക്കെ നിറഞ്ഞ് വെള്ളം ഇങ്ങനെ പൊന്തി കേട്ടോ. ഒത്തിരി വെള്ളപ്പൊക്കമായി. ഇപ്പം നമുക്ക് ഏറ്റവും വലിയ ടെൻഷൻ എന്ന് പറഞ്ഞാൽ കുട്ടികളൊക്കെ ഉണ്ടല്ലോ. ഇനിയിപ്പോൾ വെക്കേഷനൊക്കെ തുടങ്ങുവാണ്. അപ്പോൾ കുട്ടികളെയൊക്കെ വീട്ടിലിരുത്തിയിട്ട് നമ്മളൊക്കെ ജോലിക്ക് പോവുകയാണല്ലോ. ഇപ്പം കുട്ടികളെ എങ്ങനെ വീട്ടിലിരുത്തിയിട്ട് പോകും എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു ടെൻഷൻ. ഇപ്പം നമുക്ക് SLC പരീക്ഷ തുടങ്ങിയേക്കുന്ന കാരണം താഴെ ക്ലാസ്സിലുള്ള കുട്ടികൾക്കൊന്നും ക്ലാസ്സില്ല. അപ്പോൾ എൻ്റെ മോളെയൊക്കെ ഞാൻ വീട്ടിലിരുത്തിയിട്ടാണ് പോകുന്നത്. ഇപ്പോൾ ഇതൊരു എന്താ പറയുക, വലിയൊരു ടെൻഷനായി.